ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് മൈദയോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. ഇത് ചെയ്തെടുക്കുന്നത് അമൃതം പൊടി യൂസ് ചെയ്തിട്ടാണ്. അമൃതം പൊടി എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് മിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ടയുടെ വൈറ്റ് ബീറ്റ് ചെയ്തിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. അതുപോലെ ഞാൻ ഓവനിലല്ല സ്റ്റൗ ടോപ്പിലാണ് കാണിക്കുന്നത്. ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാനിൽ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാ മെഷർമെൻറ്റും പറയുന്നത്. നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന ഒരു ഗ്ലാസ് എടുത്താൽ മതി. അതിൽ 1/4 ഗ്ലാസ്സോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂണോളം, ഒരു വലിയ സ്പൂണിൽ 2 സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നത്, അതാ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടറും നെയ്യോ അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കേക്ക് ബാറ്ററിൽ ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂണോളം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരും. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ടയാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് നല്ല തണുപ്പൊക്കെ പോയിട്ടുള്ള കോഴിമുട്ടയാണ്. അതുപോലെ തന്നെ 2 നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ, അതായത് വെള്ളം ഒന്നും തന്നെ ഒട്ടും ഉണ്ടാവരുത്, നല്ല ഡ്രൈ ആയിട്ടുള്ള 2 ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു ബൗളിൽ നമുക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. മറ്റേ ബൗളിൽ മഞ്ഞയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളയിൽ മഞ്ഞ പെടാൻ പാടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ നല്ലൊരു പൊങ്ങി വരുന്നൊരു കേക്ക് കിട്ടില്ല. പതഞ്ഞ് വരാൻ, മുട്ട പതഞ്ഞ് വരണമെങ്കിൽ മഞ്ഞ പെടാതെ നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു മഞ്ഞയിലേക്ക് ആദ്യമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/2 സ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നതുകൊണ്ട് 1/2 സ്പൂണ് മതിയാകും വാനില എസൻസ്. ആ മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമൃതം പൊടി വെച്ചുള്ള കേക്ക് ആയതുകൊണ്ട് അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ട്, പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഒരു അത്യാവശ്യത്തിന് നല്ല മധുരമുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ നല്ല മധുരം വേണമെന്നാണെങ്കിൽ 3/4 ഗ്ലാസ് വരെ പഞ്ചസാര എടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ട് ഒരു ക്രീമി ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളറ് പോയിട്ട് ലൈറ്റ് ഒരു വൈറ്റ് കളറായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലും ഗീയും കൂടിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചൂടോടുകൂടി ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അമൃതപ്പൊടിയിൽ ചെറിയതായിട്ടുള്ള തരികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അമൃതപ്പൊടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പാക്കറ്റിലാണ് കിട്ടുക. അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് ധാന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ട് ഗോതമ്പ്, കടലപ്പരിപ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ അളന്ന ആ ഒരു സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് പകുതി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് അടുത്ത പകുതി കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് 6 മാസം എത്തിയ കുട്ടികൾക്ക് മുതൽ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു അമൃതം പൊടി. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇതിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാത്ത കേക്കിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുന്നേ ഈ ഒരു കേക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചൊരു തരിതരിപ്പായിട്ട് തോന്നി കേക്ക് ഉണ്ടായ ടൈമിൽ. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. പക്ഷേ അത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പാലിലോ അല്ലെങ്കിൽ പഞ്ചസാര സിറപ്പിലൊക്കെ സോക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ടിപ്പ് യൂസ് ചെയ്ത്, അതായത് ഈ ഒരു ബാറ്റർ ഇനി ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിലുള്ള കടലയും കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം എടുത്തിരിക്കുന്ന പാത്രം. ഇപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഉപ്പാണ്, ഇതിൻ്റെ കളർ ഞാൻ മുന്നേ ബേക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ചൂടാവാൻ വേണ്ടി മൂടി വെക്കാം 10 മിനിറ്റോളം. അപ്പോൾ ഇനി എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് നേരത്തെ മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ബീറ്ററിൻ്റെ ബ്ലേഡ് നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വിപ്പ് ചെയ്യാൻ പറ്റൂ. അതായത് സ്റ്റിഫ് പീക്കാവുന്നത് വരെ നമുക്ക് വിപ്പ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പും 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് മുട്ടയുടെ ബാഡ് സ്മെൽ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തിയാൽ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല സ്റ്റിഫ് പീക്കാവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സ്പൂണിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ കോരി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുട്ടുമ്പോൾ താഴത്ത് വീഴാൻ പാടില്ല. അതുപോലെ നല്ല സ്റ്റിഫായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെ ഈ ഒരു രീതിയിൽ മുട്ട പതഞ്ഞ് വന്നാൽ മാത്രമാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരൂ. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. ഈ മിക്സ് ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ ഇതിൽ നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇതിലെ പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഈ ഒരു എഗ് വൈറ്റ് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. 2 or 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ പെട്ടെന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇത് നമ്മൾ സ്ലോലി വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പതഞ്ഞ് വന്നിരിക്കുന്ന എഗ് വൈറ്റ് താണ് പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു എഗ് വൈറ്റ് താണ് പോകും. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് 3 ബാച്ചായിട്ട് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ സൈഡിലും അടിവശത്തുമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രീസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സോസ് പാനിൽ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണ് വേണ്ടത്. ഓവനിൽ ചെയ്യുകയാണെങ്കിലും ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ ഒരു കേക്ക് പാനിൽ നിന്ന് വിട്ടുപോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മുതൽ 40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കേക്ക് ബേക്കായി വരും. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ചെയ്തെടുക്കുന്നത്. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി തട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിരിക്കുന്ന ടിന്ന് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് സോസ് പാനിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്വയറോ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഇത് ഞാനൊരു വയർ റാക്കിലേക്ക് മാറ്റുകയാണ് തണുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും.
അപ്പോൾ അമൃതം പൊടിയൊക്കെ വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ട്രൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലുള്ള ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓൾ പേഴ്സണലൈസ്ഡ് നൺ എന്ന് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. താങ്ക്